അനുമോൾ എന്തോ വിന്നറായിരിക്കുകയാണ്. അതെ കണ്ടോളൂ, ഇത് നിങ്ങൾക്കുള്ളതാട്ടോ. എങ്ങനെയുണ്ട് ആ ഹാപ്പിനെസ്? ഭയങ്കര സന്തോഷം, പ്രൗഡ് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് ഒരുപാട് നന്ദി സന്തോഷമൊക്കെ അറിയിക്കുക കേട്ടോ, സ്നേഹവും. കാരണം നിങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് ചെന്നൈയിൽ. എനിക്കറിയാം കുറേ നാളായിട്ട് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്ന്, നമ്മളെല്ലാവരെയും കാത്ത്. അപ്പം എന്തായാലും കാണാവോ? അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ കണ്ടുപിടിച്ചല്ലേ? ഓക്കെ, 100 ദിവസത്തെ ജേർണി. ചേട്ടൻ ഇന്റർവ്യൂ എടുക്കുവാണ്. 100 അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. അതൊക്കെ പറയാം, സമയമുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. ഇപ്പോൾ ഒരുപാട് കോൾസൊക്കെ വരുന്നുണ്ട്. വീട്ടിൽ എല്ലാവരും വീട്ടിൽ എല്ലാവരും, പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ റിലേറ്റീവ്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സംസാരിക്കുകയായിരുന്നു. വിളിക്കാത്തവരും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ. എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഉണ്ട് അങ്ങനെയുണ്ട്. അതെ അതെ, അതൊക്കെ ഞാൻ കണ്ടു. ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേജൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിലും മൊത്തം അനുവിന്റെ വീട്, അനുവിന്റെ നാട്, അനുവിന്റെ വിജയം, അച്ഛൻ, അമ്മ, ഇവിടെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇങ്ങനെ ഒരു സന്ദർഭം ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് ആഗ്രഹമുണ്ട്, നാടിനൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് ഇടയ്ക്കല്ല, ഈ ഇടയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി, നാട്ടുകാർക്കും ഒപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കിതൊരു ഓസ്കാർ കിട്ടിയതുപോലെയാണ്. അതറിയ സീരിയസ്ലി എനിക്ക് ഒരു ഓസ്കാർ കിട്ടി, അത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നൊക്കെ. ഇത് കിട്ടാന്നുള്ളൊരു ഭാഗ്യമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. എപ്പിസോഡ് കാണുന്നില്ലേ? ലൈവ് കാണാറുണ്ടായിരുന്നില്ലേ? ഈ 100 ദിവസം നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അപ്പെടുക്കുന്നത് വേറൊരു കാര്യമാണ്. പക്ഷെ 100 ദിവസം നിന്ന് അവിടെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത്രയും ആൾക്കാർ പിന്നെ വലിയ പുറമെ നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല, അതൊരു പ്രഷർ കുക്കറിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് രീതിയിൽ ആൾക്കാർ ഒറ്റപ്പെടുത്തിയിട്ട് അത് എല്ലാരും ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ, അതുകൊണ്ട് ഗെയിമൊക്കെ തരണം ചെയ്ത ആ 100 ദിവസം എങ്ങനെ അവിടെ കഴിഞ്ഞു? അടിപൊളിയായിട്ട് നിന്നു. അതൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു തരാം. ഫുള്ള് ഞാൻ അങ്ങനെ പറയുന്നില്ല. നന്നായിരുന്നു, ഗെയിമിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നന്നായിട്ട് കളിച്ചു. 25 പേര് നന്നായിട്ട് കളിച്ചു, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ടാണല്ലോ എൻ്റെ കയ്യിൽ തിരിക്കുന്നത്. പിന്നെ എന്താ, നന്നായിട്ട് കളിക്കാൻ പറ്റി, വിൻ ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾക്കറിയായിരിക്കും, നമ്മളൊക്കെ നിങ്ങളെ കാണുന്നതാണല്ലോ പ്രോഗ്രാമിലൊക്കെ. അപ്പം നമുക്ക് തരുന്ന, ഓഡിയൻസ് തരുന്ന ഒരു സ്നേഹമൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ, ഇതല്ലാണ്ട്. അപ്പം ആ ഒരു സ്നേഹവും പ്ലസ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട് കുറച്ചും കൂടി. അതും 3.5 കോടി ജനങ്ങൾ. അപ്പം അതും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ അമ്മമാരും കുട്ടികൾ, അച്ഛന്മാർ, പോട്ടെ പയ്യൻസൊക്കെ ഭയങ്കര ബഹളമൊക്കെ വീട്ടിൽ. അനു ജയിക്കും, അല്ല ഒരാൾ പറയില്ല അനീഷായിരിക്കും, അല്ല അനു ജയിക്കും. അപ്പോൾ ഒരു കുഞ്ഞ് പറയുക, അമ്മ പറയുക നിൻ്റെ അനു പോയി, ഇല്ല അമ്മ അങ്ങനെ പറയരുത്. അങ്ങനത്തെ ഉള്ള വീഡിയോസ് കാണാൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇല്ല കണ്ടില്ല. ആണോ? എനിക്കില്ല, ഇല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഞാൻ കണ്ടില്ല. എനിക്ക് കാണണം, അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം തോന്നും. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇനിയും ഇപ്പോഴും അറിയാത്ത ആൾക്കാരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ലോകമെമ്പാടുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് സ്നേഹം, നന്ദിയല്ല സ്നേഹമാണ് കേട്ടോ, സ്നേഹം മാത്രം. ലാസ്റ്റ് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ ഒരു സംഭവം, ലാലേട്ടന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു, അത് ഞാൻ പിന്നെ പറയാം. എല്ലാം കൂടെ ഇങ്ങപ്പോ വേണ്ട. എന്തായാലും നിങ്ങൾ ഈ എന്താ പറയാ, ഇത്രയും ദൂരം നിന്നൊക്കെ വന്ന് ഒത്തിരി സന്തോഷം, നന്ദി കേട്ടോ. ലാലേട്ടന്റെ അത് പിന്നെ പറയുന്ന ലാലേട്ടനെ കണ്ടത്, ലാലേട്ടന്റെ കപ്പ് മേടിച്ചപ്പോഴുള്ള ആ ഒരു മൊമെന്റ് എങ്ങനെയാ? ഞാൻ പറഞ്ഞ ഒരു ഓസ്കാർ തരുന്നത് പോലെ തോന്നി എനിക്ക്. ശരിക്കും ലാലേട്ടനെയൊക്കെ കാണാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മളെപ്പോഴും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും നമ്മൾ ടി വിയിൽ കൂടെ അല്ലേ കാണുന്നത്. പിന്നെ അടുത്ത് വരുമ്പോഴൊക്കെ ശരിക്കും എനിക്ക് പേടിയായിരുന്നു. പിന്നെ ആ പുള്ളി അടുത്ത് നിൽക്കുമ്പോൾ എന്തോ എനിക്കറിയില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ വിഷന്റെ ആ വോട്ടിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് അനുവിന് വേണ്ടി ലാലേട്ടൻ തന്നെയാണ് കൈപൊക്കിയിട്ട് ലാലേട്ടൻ. എനിക്ക് അപ്പോഴും എനിക്കറിയായിരുന്നു റൈറ്റ് സൈഡിലാണല്ലോ എപ്പോഴും വിന്നർ നിൽക്കുന്നത്. അപ്പം എനിക്കറിയാം ഞാൻ ചിലപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ്. സന്തോഷം, അത് കിട്ടിയാലും സന്തോഷമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ടൈമിൽ ഞാൻ ചിരിച്ചു നിന്നത്. പെട്ടെന്ന് കൈയെടുത്ത് പൊക്കിയപ്പോൾ ഞാനോ എന്നുള്ള രീതിയിലായി. പക്ഷെ ആ ഉള്ളിൽ നടന്ന കൈ പൊക്കണ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൈയടിച്ചു, എല്ലാവരും ഒരുമിച്ച് എണിച്ച് നിന്നു.
ഹാപ്പി ആയിരുന്നു. അതെ ഭയങ്കര സന്തോഷം feel ആയിരുന്നല്ലേ അത്? സന്തോഷം പ്രൗഡ് തോന്നി എനിക്ക്. കാരണം ഇതൊക്കെ ലൈഫിൽ എന്താ പറയണ്ടേ, അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഇതിന്റെ ഈ ജേണിയിൽ ഫാമിലിനെ ഓർക്കുമ്പോൾ അച്ഛൻ, അമ്മ, ചേച്ചി ഇവരൊക്കെ എങ്ങനെയാണ് അല്ല, അവരവിടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അനുവിടെ ഏറ്റവും വലിയ ബലം മതി എന്ന് പറഞ്ഞാൽ പോടതണി. അതല്ല, ഇത് വലിയൊരു കാര്യമാണ്. അനുവിടെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ അനുവിടെ കൂട്ടുകാരായിരുന്നു. ഷിയാസ്ക, അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും, ചേട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും, എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഞാൻ എല്ലാം നോക്കിക്കൊണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതും കാണാൻ ഭയങ്കര സന്തോഷം. കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴാണ് എന്നെ ഇതുവരെ നമ്മളിപ്പം ഇതൊരു മത്സരം പോലെ ആയിരുന്നല്ലോ, അപ്പോൾ ഒരു മത്സരം തന്നെയായിരുന്നു. ഈ മത്സരത്തിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി പേരിരുന്ന് പ്രാർത്ഥിക്കും. അവരുടെ വീട്ടിലെ കുട്ടിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ തോന്നുന്നു. വേറൊരു സന്തോഷമുണ്ട്, ബിനീഷ് ബാസിന് അവസാനം പെണ്ണ് കിട്ടി. ഞാൻ അറിഞ്ഞു, എന്നെ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു. അതെനിക്ക് നേരത്തെ ആ പെണ്ണുണ്ടായിരുന്നു തന്നെ. ആ പെണ്ണ് തന്നെയാണ് ഇപ്പൊ കിട്ടുന്നത്. പിന്നെ അടിച്ചു പൊളിക്കാം നമുക്ക്. അല്ല, അപ്പൊ ഓക്കെ, ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തുടക്കമാണ് അനുമോൾ. നമുക്ക് ഇരുന്ന് സംസാരിച്ചല്ലോ എന്നാല്. 8 മിനിറ്റ് ആക്കിയാണ്. നമ്മളെ കള്ള വേണ്ട, ബാക്കി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ബാക്കി അപ്പൊ സന്തോഷം. നിങ്ങൾ വന്ന് 1 2 3 എന്താണ് നെക്സ്റ്റ്? അതായത് നെക്സ്റ്റ് ഒന്നുമില്ല, വീട്ടിൽ പോകണം. എൻ്റെ അമ്മയും അച്ഛനും എനിക്കിത് പെട്ടെന്ന് കാണണം. അതാണ് എനിക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എയർപോർട്ടിൽ വിളിക്കാനൊന്നും വരില്ല, എനിക്ക് വീട്ടിൽ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ പോയി ഒന്ന് കാണാൻ സന്തോഷം. 100 ദിവസം ശേഷമാണല്ലോ അച്ഛനെ കാണുന്നത്. അമ്മ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛനെ കാണണം. അച്ഛൻ്റെ ആ സന്തോഷവും സ്നേഹവും ഒക്കെ എനിക്കൊന്ന്. ഒറ്റ കാര്യം വെച്ചോടെ, അവസാന നിമിഷത്തിൽ ലക്ഷ്മിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ആങ്കർ ലക്ഷ്മി ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്കറിയാം ചേച്ചി. ലക്ഷ്മി അത് വല്ലാത്തൊരു സർപ്രൈസ് ആയി അത് പോയി, ഭയങ്കര ഇതിന് ഷോക്കായി പോയി. ഭയങ്കര സപ്പോർട്ട്. അതെ ലക്ഷ്മി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതിലൊരുപാട് സന്തോഷവും നന്ദിയാണ് കേട്ടോ ലക്ഷ്മിയോട്. ലക്ഷ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര സമയം, പോയി. അപ്പോൾ എല്ലാവരും അനുമോളെ സ്നേഹിച്ച പ്രേക്ഷകരോട്, എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒത്തിരി സ്നേഹം മാത്രമാണ്. സ്നേഹം എന്നും സ്നേഹം കാണും. അതിൽ കൂടുതൽ എനിക്ക് എന്നും ഇല്ല തരാൻ. സ്നേഹം എന്നും കാണും. സ്നേഹം അപ്പോഴും പറഞ്ഞു ഞങ്ങളത് ബിഗ് ബോസിൽ പോകുന്ന കാര്യം. അന്നോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് പോകുന്നു. ഞാൻ പറഞ്ഞു, ക്യാമറ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു പോകുന്നു. ഇനി ഇതുപോലെ ഇനോഗ്രേഷൻസ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ? നീ കാണാൻ പറ്റും? ഉറപ്പായിട്ടും. നമ്മളൊക്കെ എന്നും കാണുന്നവരല്ലേ. ഒറ്റയടിക്കാൻ പാട്ടില്ല, ഡാൻസും കൂടെ കളിക്കാം. നിങ്ങൾ മതി, നിങ്ങൾക്ക് കറക്റ്റ് 8 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ. 100 ദിവസം കഴിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് പറയുകയാണെങ്കിൽ പറയില്ല, അടുത്ത ഇന്റർവ്യൂവിൽ പറയാം. ഇത് ഞാൻ കൊണ്ടുവെക്കട്ടെ.